ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. പല വഴിക്ക് പണം നിങ്ങളുടെ കയ്യിലെത്തും. വെറും 7 ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതം മാറിമറിയും. ആദിത്യൻ മേടം ഇടവം രാശികളിൽ കാർത്തിക ഞാറ്റുവേലയിലാണ്. മെയ് 14-ന് മേടമാസം തീരുന്നു. മെയ് 15-ന് ഇടവമാസം തുടങ്ങുകയാണ്. ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി വൈശാഖ പൗർണമി വരുന്നുണ്ട്. ചൊവ്വ മുതൽ ചന്ദ്രൻ കൃഷ്ണപക്ഷത്തിൽ സഞ്ചരിക്കുന്നു. ബുധൻ മേടം രാശിയിൽ അശ്വതി ഭരണി നക്ഷത്രങ്ങളിൽ തുടരുകയാണ്. ചൊവ്വ കർക്കിടകം രാശിയിൽ പൂയം ആയില്യം നക്ഷത്രങ്ങളിലാണ്. ശുക്രൻ മീനം രാശിയിൽ ഉച്ചസ്ഥിതി തുടരുകയാണ്. ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളിലാണ് ശുക്രന്റെ സഞ്ചാരം. വ്യാഴത്തിൻ്റെ വാർഷികമായ രാശിമാറ്റം ഈ ആഴ്ചയിലാണ്. ഏറെ പ്രാധാന്യമുള്ള ജ്യോതിഷ പ്രതിഭാസമാണ്. മെയ് 14, അതായത് മേടം 31 ബുധനാഴ്ച രാത്രി 10:07 വ്യാഴം മിഥുനം രാശിയിൽ പ്രവേശിക്കും. മകയിരം നക്ഷത്ര മണ്ഡലത്തിലാണ് ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നത്. ശനി മീനം രാശിയിൽ ഉത്രട്ടാതിയിൽ തുടരുന്നു. രാഹുവും കേതുവും രാശി മാറ്റത്തിൻ്റെ വക്കിലാണ്. രാഹു മീനം രാശിയിൽ 0 ഡിഗ്രിയോടടുക്കുന്നു. കേതുവാകട്ടെ കന്നിയിൽ 0 ഡിഗ്രിയുടെ അടുത്തെത്താറായി. ഗ്രഹങ്ങൾ രാശിസന്ധിയിൽ സഞ്ചരിക്കുമ്പോൾ അവയുടെ തമശക്തികൾ കൂടും, ദുരിതപ്രദമാകുകയും ചെയ്യുന്നതാണ്. ഈ ഗ്രഹനിലയെ അവലംബിച്ച് അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ വാരഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. ചന്ദ്രസഞ്ചാരം 7, 8, 9 രാശികളിലാകിയാൽ വാരാദ്യത്തിലെ 2 ദിനങ്ങളും വാരാന്ത്യത്തിലെ 2 ദിനങ്ങളുമാകും വളരെയധികം നിങ്ങൾക്ക് ഗുണകരമാകുക. ഈ ദിവസങ്ങളിൽ മാനസിക ഉല്ലാസം പ്രതീക്ഷിക്കാം. ചെയ്യുന്ന കർമ്മത്തിൽ സംതൃപ്തി അനുഭവപ്പെടും. ശരിയായ വഴിയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെന്ന ബോധം തെളിയുന്നതാണ്. ഏകോപനത്തിൽ വിജയിക്കുവാൻ സാധിക്കും. സമീപ ഭാവിയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഏകദേശ ധാരണ വന്നു ചേരുന്നതാണ്. ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ശുഭകാര്യങ്ങൾ ഒരു രീതിയിലും തുടങ്ങരുത്. പണമിടപാടുകളിൽ വളരെയധികം കരുതൽ വേണ്ട ആഴ്ചയാണ്. മനസ്സ് മ്ലാനമാകുന്ന സാഹചര്യങ്ങളെ മനക്കരുത്തോടെ നേരിടുന്നത് ഗുണകരമാകും. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ശുക്രൻ ശനിയുടെ നക്ഷത്രത്തിൽ നിന്നും ബുധൻ്റെ നക്ഷത്രത്തിലേക്ക് മാറുന്നു. സ്വാതന്ത്ര്യം എല്ലാ രംഗത്തും ഉണ്ടാകും. എന്നാലും സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും. യാത്രകൾ കഴിഞ്ഞ് ജന്മനാട്ടിൽ മടങ്ങിയെത്തുവാൻ സാധിക്കുന്നതാണ്. എതിർപ്പുകളിൽ മനസ്സുമടുക്കും. കൂട്ടു ബിസിനസ്സിൽ സാമാന്യ പുരോഗതി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പണമിടപാടുകൾക്ക് രേഖകൾ സൂക്ഷിക്കുന്നത് വളരെയധികം ഉചിതമാണ്. വാരം മധ്യത്തിൽ അഷ്ടമ രാശി വരികയാൽ വാഹനം, യന്ത്രം, ധനം ഇവയുടെ ഉപയോഗത്തിൽ വളരെയധികം കരുതൽ പുലർത്തുന്നതും ഗുണകരമാകും. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. നക്ഷത്രാധിപനായ ആദിത്യന് ഉച്ചസ്ഥിതിയിൽ നിന്നും മാറ്റം വരുന്നുണ്ട്. ചില ചുമതലകളിൽ നിന്നും നിങ്ങൾ ഒഴിവാക്കപ്പെടും. ആഡംബര ചിലവുകൾ വർദ്ധിക്കുന്നതാണ്. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ഉപരിചികിത്സ ആവശ്യമായി വരും. സുഹൃത്തുക്കളുടെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുവാൻ ഇടയുണ്ട്. കുടുംബ പ്രശ്നങ്ങൾക്കുള്ള പോംവഴി കുറേശ്ശെയായി തെളിഞ്ഞു കിട്ടും. കലാപ്രവർത്തനത്തിൽ വളരെയധികം ഉണർവുണ്ടാകുന്ന ആഴ്ചയാണ്. സാഹിത്യരചന പൂർത്തീകരിക്കുവാൻ കഴിയും. സഹോദരരുടെ മാനസിക പിന്തുണ, സാമ്പത്തിക സഹായം എന്നിവ പ്രതീക്ഷിക്കാം. മേടരാശിക്കാർക്ക് ബുധനും വ്യാഴവും, ഇടവരാശിക്കാർക്ക് വെള്ളിയും ശനിയും ശുഭദിനങ്ങളല്ല. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. ആദിത്യൻ 12-ൽ നിന്നും ജന്മരാശിയിലേക്ക് മാറുന്നു. സർക്കാരിൽ നിന്നും കിട്ടേണ്ട കാര്യങ്ങളിൽ വളരെയധികം തടസ്സങ്ങളുണ്ടാകും. അലച്ചിലിന് സാധ്യതയുണ്ട്. പരീക്ഷാ ഫലത്തിൽ വലിയ പ്രതീക്ഷ പുലർത്തുവാൻ സാധിക്കും. കാര്യനിർവഹണത്തിൽ ഉന്മേഷം യാതൊരു രീതിയിലും കുറയില്ല. സാങ്കേതിക പരിജ്ഞാനം നേടുവാൻ പരിശ്രമിക്കും. മകൻ്റെ നിർബന്ധത്താൽ ആധുനികമായ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതാണ്. കിടപ്പ് രോഗികൾക്ക് വളരെയധികം ആശ്വാസമുണ്ടാകുന്ന ആഴ്ച കൂടിയാണ്.
ദാമ്പത്യത്തിൽ വളരെയധികം സംതൃപ്തി ഭവിക്കും. വാരാന്ത്യ ദിവസങ്ങളിൽ സാമ്പത്തികമായി വലിയ അമളി പറ്റുവാൻ ഇടയുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങളിൽ ഈ ആഴ്ച അല്പം കരുതൽ പുലർത്തുന്നതും ഗുണകരമാകും. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. വ്യാഴം ഈ ആഴ്ച രാശി മാറുന്നുണ്ടെങ്കിലും മകയിരം നക്ഷത്രത്തിൽ തന്നെ സഞ്ചരിക്കുകയാണ്. ആകയാൽ മാനസിക ശാരീരികമായ അസ്വസ്ഥത ഉണ്ടാകും. ശുക്രസ്ഥിതിയാൽ സുഹൃത്ത് ബന്ധം ദൃഢമാകുന്നതാണ്. പഠിപ്പിലും പരീക്ഷയിലും നല്ല വിജയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ബന്ധുക്കളുടെ കാര്യത്തിൽ ഇടപെടുന്നത് വളരെയധികം ശ്രദ്ധിച്ചു വേണം. നിങ്ങളുടെ നക്ഷത്രനാഥനായ ചൊവ്വ നീചസ്ഥിതിയിൽ തുടരുന്നതിനാൽ ആത്മവിശ്വാസത്തിന് ഭംഗം വരുന്നതാണ്. ഭൂമി വസ്തു സംബന്ധിച്ച ചെലവുകൾ വന്നുചേരും. ഇടവ രാശിക്കാർക്ക് വെള്ളിയും ശനിയും അശുഭദിനങ്ങളാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. നക്ഷത്രനാഥനായ രാഹു മീനം രാശി കുംഭം രാശി സന്ധിയിലേക്ക് നീങ്ങുകയാണ്. തിരുവാതിരക്കാർക്ക് ജോലിയിൽ തടസ്സങ്ങളോ മനക്ലേശങ്ങളോ വരുവാൻ ഇടയുണ്ട്. ആരോഗ്യപരമായും വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കൂടുതൽ സമയം വേണ്ടി വന്നേക്കും. പൊതുപ്രവർത്തകരെ ദുരാരോപണങ്ങൾ വലയ്ക്കുന്നതാണ്. കുടുംബകാര്യങ്ങളിൽ ഭാഗികമായ തൃപ്തി പ്രതീക്ഷിച്ചാൽ മതി. കലാപരമായ ആവിഷ്കാരങ്ങൾ വിജയിക്കുന്നതാണ്. വായ്പകളുടെ തിരിച്ചടവിന് കൂടുതൽ സമയം അനുവദിച്ചു കിട്ടും. വാരാന്ത്യത്തിന് മേന്മ അല്പം കുറയുന്നതാണ്. അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ്. നക്ഷത്രാധിപനായ വ്യാഴത്തിന് രാശി മാറ്റം വരികയാലും പുണർദം നാളുകാരുടെ ജീവിതത്തിലും വളരെയധികം മാറ്റങ്ങൾ സമ്മാനിക്കും. കുറഞ്ഞ പക്ഷം ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നതാണ്. ഉന്നമനേച്ച എല്ലാ രീതിയിലും ഉണ്ടാകും. സാങ്കേതികമായ വിഷയങ്ങൾ പഠിക്കാൻ മുന്നോട്ട് വരുന്നതാണ്. കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കുവാനുള്ള വഴി തേടുന്നതാണ്. ഓഫീസിലായാലും അനാരോഗ്യ പ്രവണതകൾ ചൂണ്ടിക്കാട്ടാൻ നിങ്ങൾ മടിക്കില്ല. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഉന്മേഷം കുറയുവാൻ ഇടയുണ്ട്. ആലസ്യം തോന്നാം. മറ്റ് ദിവസങ്ങളിൽ ഭോഗസുഖം, ആവശ്യത്തിന് വിശ്രമം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. രാശിനാഥനായ ചന്ദ്രൻ പൂർണ്ണ ബലവാനാകുന്നത് വാരാദ്യ ദിവസങ്ങളിൽ ഗുണകരമാകും. മനസ്സിന് സ്വസ്ഥത വരുന്നതാണ്. ധനവരവ് അധികരിക്കും. വിരുന്ന്, കുടുംബസമേതം ഷോപ്പിംഗ്, ഉല്ലാസം ഇവ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. പാരിതോഷികങ്ങൾ വന്നുചേരും. ചൊവ്വയും ബുധനും തിരക്കേറും. സമയബന്ധിതമായി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരുന്നതാണ്. സഹായ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാത്തതിനാൽ വിഷമമുണ്ടാകുന്നതാണ്. മറ്റ് ദിവസങ്ങളിൽ കാര്യാലോചനകളിൽ പങ്കെടുക്കുവാൻ കഴിയും. വിശദീകരണം മേലധികാരികളെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. നക്ഷത്രനാഥനായ ബുധൻ 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പ്രവൃത്തി ഗുണമുണ്ടാകും. പറയുവാനുള്ളവ ഭംഗിയായി പറയുവാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പരീക്ഷാഫലം നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അനുകൂലമാകും. ആദിത്യൻ 11ൽ വരുന്നത് ആത്മവിശ്വാസം ഉയർത്തുന്നതാണ്. കച്ചവടത്തിലെ മ്ലാനത നീങ്ങിക്കിട്ടും. കുടുംബത്തിൻ്റെ പിന്തുണയിൽ സന്തോഷം വന്നുചേരും. ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുവാൻ സാധിക്കും. ആവശ്യമായ സാമ്പത്തികം സംബന്ധിച്ച് ചില വാഗ്ദാനങ്ങൾ ലഭിക്കുന്നതാണ്. പിതാവിൻ്റെ ആരോഗ്യം സംബന്ധിച്ചുണ്ടായ ഉത്കണ്ഠകളെല്ലാം ഈ ആഴ്ച നീങ്ങിക്കിട്ടും. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. വാരാദ്യം സന്തോഷാനുഭവങ്ങൾ ഭവിക്കുന്നതാണ്. അപ്രതീക്ഷിത സുഹൃത്ത് ബന്ധങ്ങളും സുഹൃത്ത് സന്ദർശനങ്ങളും ഉണ്ടാകും. പഠനകാര്യത്തിൽ ചില നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയുന്നതാണ്. തൊഴിൽ രംഗം പുഷ്ടിപ്പെടുന്നതിനുള്ള ആലോചനകൾ സഫലമാകും. ഉന്നത ഉദ്യോഗസ്ഥർ ഉപദേശം നൽകുന്നതാണ്. സ്ഥിര നിക്ഷേപങ്ങളിൽ നിന്നുമുള്ള ആദായം ഉപയോഗിച്ച് ആധുനിക ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ കഴിയുന്നതാണ്. മറ്റ് ദിവസങ്ങളിൽ തൊഴിൽപരമായി യാത്രകൾ വേണ്ടി വന്നേക്കും. കുടുംബത്തിലെ ഐക്യത്തിൽ ആശങ്കയുണ്ടാകുന്നതാണ്. ഭൂമി കാര്യങ്ങൾക്കായി ചെലവ് അല്പം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്.
അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. നല്ല കാര്യങ്ങളൊന്നും ഒരു രീതിയിലും തടസ്സപ്പെടില്ല. പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പുവയ്ക്കുവാൻ സാധിക്കും. എന്നാൽ ഒപ്പിടുന്നതിന് മുന്നേ കരാറുകളിലെ വ്യവസ്ഥകൾ വായിച്ചറിയുവാൻ മറക്കരുത്. നവസംരംഭങ്ങൾ തുടങ്ങുവാനുള്ള സാഹചര്യം കുറച്ചൊക്കെ നിങ്ങൾക്ക് അനുകൂലമാകും. സർക്കാരിൽ നിന്നുമുള്ള അനുമതി രേഖകൾ കൈവരുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് വളരെയധികം സന്തുഷ്ടി ഉണ്ടാകും. ദാമ്പത്യത്തിൽ അനുരഞ്ജനത്തിന് പാത വിജയിക്കുന്നതാണ്. പരീക്ഷാ ഫലത്തെക്കുറിച്ചുള്ള ആശങ്ക അസ്ഥാനത്താണെന്ന് തെളിഞ്ഞു കിട്ടും. സൗകര്യപ്രദമായ വാടക വീട്ടിലേക്ക് മാറുവാനുള്ള ശ്രമം തുടരുന്നതാണ്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. നിങ്ങൾക്ക് അർഹതയ്ക്കനുസരിച്ചുള്ള പരിഗണന ഈ ആഴ്ച വന്നു ചേരും. മേലധികാരികൾ പ്രധാനപ്പെട്ട ഫയലുകൾ സംബന്ധിച്ച് വിദഗ്ധ അഭിപ്രായം ചോദിക്കാം. കൃത്യനിഷ്ഠയിൽ വിട്ടുവീഴ്ച ഉണ്ടാകുന്ന ദിവസങ്ങളെല്ലാം. ഭൂമി സംബന്ധിച്ച പഴയ വ്യവഹാരം കോടതിക്ക് പുറത്ത് പരിഹൃതമാകുവാൻ ഇടയുണ്ട്. ആവശ്യപ്പെട്ട ഇടത്തിലേക്ക് സ്ഥലം മാറ്റം കിട്ടുന്നതാണ്. പാരമ്പര്യ ബിസിനസ്സിൽ ചുമതല ഏറ്റെടുക്കുവാൻ തയ്യാറാകും. കിടപ്പ് രോഗികളുടെ കാര്യത്തിൽ ചികിത്സാ മാറ്റം വളരെയധികം ഗുണകരമാകും. കച്ചവടത്തിൽ സാമ്പത്തികമായി നഷ്ടം വരാതിരിക്കാനുള്ള മേൽവഴികളെല്ലാം സ്വീകരിക്കുന്നതും ഗുണകരമാകും. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. പ്രയത്നത്തിനനുസരിച്ചുള്ള അംഗീകാരം വന്നു ചേരും. കൂടുതൽ കാര്യങ്ങൾ പഠിച്ചറിയുവാനുള്ള ഊർജം കിട്ടുന്നതാണ്. ആത്മവിശ്വാസം കൂടുകയും കുറയുകയും ചെയ്യാം. സഹോദരരുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും വന്നു ചേരും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിയുന്നതാണ്. ക്ഷേത്രാടനത്തിനുള്ള അവസരം വന്നെത്തും. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആഴ്ചയാണ്. സാമ്പത്തികമായി അല്പം ഞെരുക്കം ഉണ്ടാകുവാൻ ഇടയുണ്ട്. കടബാധ്യതകൾ വരുത്തി വയ്ക്കുവാൻ കഴിവതും മുതിരരുത്. പ്രണയപരമായി സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുവാൻ ക്ലേശിക്കുന്നതാണ്. വാരം മധ്യത്തിലെ ദിവസങ്ങൾ ഹിതകരമാകുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. സ്വതസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ സാധിച്ചേക്കില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കേണ്ടി വരും. സംഘടനകളിൽ ചിലപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും. എന്നാലും സ്വന്തം പക്ഷം പറയാതിരിക്കുവാനാകില്ല. അന്യനാട്ടിൽ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങി വരുവാൻ കാത്തിരിക്കേണ്ടി വരുന്നതാണ്. വീടിൻ്റെ അറ്റകുറ്റപ്പണിക്ക് പ്രതീക്ഷിച്ചതിലും അധികം ചെലവുണ്ടാകും. വിദ്യാഭ്യാസ ലോണിനുള്ള അപേക്ഷ പരിഗണിക്കപ്പെടുവാൻ ഇടയുണ്ട്. വാരാദ്യം അലച്ചിലുണ്ടാകുന്നതാണ്. ബുധൻ മുതൽ അനുകൂലമായ ദിവസങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സാമ്പത്തികമായ കാര്യങ്ങളിൽ കരുതൽ പുലർത്തുന്നതും ഗുണകരമാണ്. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. ജന്മരാശിയിലൂടെ ചന്ദ്രൻ കടന്നു പോകുകയാൽ വാരാദ്യം മാനസിക ഉല്ലാസം ഭവിക്കും. പാരിതോഷിക ലബ്ധി, ക്ഷേത്ര സന്ദർശനം ഇവ സാധ്യതകളാണ്. സുഹൃത്ത് ബന്ധങ്ങളിൽ അസംതൃപ്തി തോന്നുവാൻ ഇടയുണ്ട്. ബന്ധുക്കലഹങ്ങളിൽ പക്ഷം ചേരുക വളരെയധികം ശ്രദ്ധിച്ചു വേണം. ആദ്യത്തെ 7-ൽ നിന്നും 8-ലേക്ക് കടക്കുകയാൽ ദേഹക്ലേശമുണ്ടാകാം. ഗവൺമെൻറ്റിൽ നിന്നും പ്രതീക്ഷിച്ച അനുമതി വൈകുന്നതാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ രാഹു രാശി സന്ധിയിലാകയാൽ ചിലപ്പോൾ മനക്ലേശം, ശാരീരിക വിഷമതകൾ ഇവ അനുഭവപ്പെടാം. തൊഴിൽപരമായി ജാഗ്രത പുലർത്തുന്നതും ഗുണകരമാണ്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. നക്ഷത്രാധിപനായ വ്യാഴം രാശിമാറ്റത്തിലാണ് ഈ ആഴ്ച. അതിനാൽ തന്നെ കാര്യങ്ങളിലെല്ലാം അനുകൂലമായ ഗതിയിൽ വരണമെന്നില്ല. സുപ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ ഇരുവട്ടം ആലോചിക്കുന്നതും ഗുണകരമാണ്. ചന്ദ്രസഞ്ചാരം 12-ലാകുകയാൽ ഞായറും തിങ്കളും ചെലവ് വർദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ വാക്കുകൾ ദുർവ്യാഖ്യാനിക്കപ്പെടാം. ജോലിയിൽ സാമാന്യം ശോഭിക്കുവാൻ കഴിയും. ബിസിനസ്സുകാരുടെ വിപണന തന്ത്രങ്ങൾ ലക്ഷ്യം കാണുവാൻ സമയമെടുക്കുന്നതാണ്. പ്രൊഫഷണലുകളായ ആളുകൾക്ക് മത്സരങ്ങളെ നേരിടേണ്ടി വന്നേക്കാം. കലാപരമായ കഴിവുകൾ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അവസരങ്ങൾ വളരെയധികം വന്നുചേരും. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. ജീവിത പുരോഗതി ഒച്ചിൻ്റെ വേഗതയിലാകും. അതിൽ സങ്കടമുണ്ടാകും. എന്നാൽ ദുസ്സാഹസങ്ങൾക്ക് മുതിരരുത്. രാഹുവും കേതുവും വ്യാഴവും മറ്റു രാശിസന്ധിയിലാകുന്നത് കാരണം 1-2 ആഴ്ച എല്ലാ കാര്യങ്ങളിലും കരുതൽ വേണം. പരീക്ഷാഫലം നിങ്ങളെ നിരാശപ്പെടുത്തില്ല. വിദേശയാത്ര അനുമതി ലഭിക്കുവാൻ വൈകുന്നതാണ്.
ഗവേഷണ പ്രബന്ധം ഭംഗിയായി എഴുതി പൂർത്തീകരിക്കുവാൻ സാധിക്കും. ദൈവിക സമർപ്പണങ്ങൾക്ക് ഒരു രീതിയിലുമുള്ള തടസ്സങ്ങളും വന്നു ചേരില്ല. കുടുംബ അന്തരീക്ഷം ഭംഗിയായി തന്നെ മെച്ചപ്പെടുന്നതാണ്. വയോജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നതും ഗുണകരമാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. നക്ഷത്രാധിപനായ ബുധൻ 6-ൽ സഞ്ചരിക്കുന്നതിനാൽ വിദ്യാഗുണമുണ്ടാക്കും. പരീക്ഷകളിൽ ഉന്നത വിജയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആലസ്യമൊഴിഞ്ഞ് കർമ്മ മേഖലയിൽ സക്രിയരാകുവാൻ കഴിയും. ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ ചുമതലകൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. പാരമ്പര്യ തൊഴിലിനോട് ആഭിമുഖ്യം കൂടുന്നതാണ്. ഭൂമി വ്യാപാരം ഇപ്പോൾ ഒരു രീതിയിലും ലാഭകരമായെന്നു വരില്ല. തൊഴിൽ മാറ്റം തൽക്കാലം ചിന്തയിൽ ഉണ്ടാവരുത്. പരീക്ഷണങ്ങൾക്ക് എല്ലാ രീതിയിലും മുതിരാതിരിക്കുക. ചെലവുകളിൽ നിയന്ത്രണം വരുത്തുക. അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുക. വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. ന്യായമായ ആവശ്യങ്ങളെല്ലാം നടന്നു കിട്ടും. കരുതിയതിനേക്കാൾ കൂടുതൽ സഹപ്രവർത്തകരുടെ പിന്തുണ വന്നു ചേരും. വാരാന്ത്യം സാമ്പത്തികമായി വളരെയധികം തൃപ്തി ഉണ്ടാക്കും. കുടുംബത്തിനൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാനും ലഘുയാത്രകൾ നടത്തുവാനും കഴിയുന്നതാണ്. ആടയാഭരണങ്ങൾ പുതിയത് വാങ്ങുവാൻ ഇടയുണ്ട്. വാരം മധ്യത്തിൽ ജോലി തിരക്ക് വർദ്ധിക്കും. ഊഹക്കച്ചവടത്തിൽ അല്പം കരുതൽ പുലർത്തുന്നത് ഗുണകരമാണ്. വ്യാഴം മുതൽ ആദിത്യൻ 6-ാം ഇടത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സർക്കാർ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ്. ആത്മവിശ്വാസത്തിന് യാതൊരു രീതിയിലുമുള്ള ഭംഗം ഉണ്ടാകില്ല. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. ജന്മനക്ഷത്രാധിപനായ ശുക്രന്റെ ഉച്ചസ്ഥിതിയാൽ കാര്യങ്ങളെല്ലാം വരുതിയിലാകും. ഉന്മേഷമുണ്ടാകും. കർമ്മ മേഖലയിൽ സ്വാശ്രയ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ മോശമല്ലാത്ത ലാഭം പ്രതീക്ഷിക്കാം. സീസണൽ വ്യാപാരം മെച്ചപ്പെടുന്നതാണ്. 6-ാം ഇടത്തിൽ അസ്വസ്ഥതകൾ നൽകിയ ശേഷം വ്യാഴം സ്വസ്ഥതയരുളുന്ന 7-ാം ഭാവത്തിലേക്ക് മാറുന്ന വാരമാണ്. ഗൃഹനിർമ്മാണം, സാമ്പത്തികമായ ശോചനീയാവസ്ഥയാൽ തടസ്സപ്പെട്ടിരുന്ന സ്ഥിതിയെല്ലാം മാറിക്കിട്ടും. ധാർമ്മിക കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം. കുടുംബത്തിൽ അല്പമായി സമാധാനം മടങ്ങി വരുന്നതാണ്. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ഊർജ്ജസ്വലമായ പ്രവർത്തന ശൈലിയെ മേലധികാരികൾ അംഗീകരിക്കും. പ്രത്യേക ദൗത്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി വരുന്ന ദിവസങ്ങളാണ്. ദൂരദിക്കിൽ കഴിയുന്ന ആളുകൾക്ക് പെട്ടെന്ന് നാട്ടിലെത്തുവാൻ സാധിച്ചേക്കില്ല. കരാർ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വീണ്ടും അവസരം ലഭിക്കുന്നതാണ്. വലിയ തോതിൽ മുതൽ മുടക്കിയുള്ള സംരംഭങ്ങൾക്ക് തൽക്കാലം സമയം നമുക്കനുകൂലമല്ല. പരീക്ഷാ ഫലത്തിന് മികവിന് അംഗീകാരം കിട്ടുന്നതാണ്. സഹോദരർ തമ്മിലുള്ള പിണക്കം തുടരപ്പെടും. കൈവായ്പകളെല്ലാം തന്നെ മടക്കി കിട്ടുന്നതാണ്. വീട്ടുകൃഷികളിൽ അഭിരമിക്കുവാനും കഴിയുന്നതാണ്. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. ജോലി ഭാരം കൂടുന്നതാണ്. സാമ്പത്തികമായി ഞായർ തൊട്ട് വ്യാഴം വരെ അനുകൂലമായ ദിവസങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കടം വാങ്ങിയവർ തിരിച്ചു നൽകും. ബിസിനസ്സുകാർക്ക് വളരെയധികം വരുമാനം ഉയരുന്ന ആഴ്ചയാണ്. ഉപരിവിദ്യാഭ്യാസം സംബന്ധിച്ചുള്ള തീരുമാനം ആലോചനയിൽ ഉണ്ടായിരിക്കും. കുടുംബത്തോടൊപ്പം ലഘുയാത്രകൾ ചെയ്യുവാനുള്ള അവസരം സിദ്ധിക്കുന്നതാണ്. മകൻ്റെ നിർബന്ധത്തിന് വഴങ്ങി വില കൂടിയ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ ഇടയുണ്ട്. പ്രണയിക്കുന്ന ആളുകൾക്ക് നല്ല ആഴ്ച തന്നെയാണ് വന്നെത്തിയിരിക്കുന്നത്. എന്നാൽ ചൊവ്വ 7-ൽ തുടരുന്നതിനാൽ ഗാർഹിക ജീവിതത്തിൽ സ്വൈരക്കേടുകൾ ഭവിക്കുന്നതാണ്. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. സാഹസ കർമ്മങ്ങളിൽ നിന്നും സ്വയം പിന്തിരിയണം. നക്ഷത്രാധിപൻ ദുർബലനാകിയാൽ പലതും കരുതിയതുപോലെ നടക്കില്ല. വളരെ കരുതലോടെ വേണം എല്ലാവിധ തീരുമാനങ്ങളും കൈക്കൊള്ളുവാൻ. സാമ്പത്തികമായ ജാഗ്രത ഈ ആഴ്ച അനിവാര്യമാണ്. ചിലപ്പോൾ മൗനം ഭൂഷണമാണെന്നുള്ള അനുഭവം കൊണ്ടറിയുവാൻ സാധിക്കും. സ്ത്രീ ജനങ്ങളുടെ പിന്തുണ എല്ലാ രീതിയിലും വന്നുചേരും. വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് വന്നേക്കാം. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ചികിത്സാ മാറ്റം ഗുണം ചെയ്യുന്നതാണ്. കൂട്ടുകച്ചവടത്തിൽ ഉദാസീനതയുണ്ടാകും. വിദേശ യാത്രകൾ നീട്ടിവെക്കപ്പെടുന്നതാണ്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ ഈ ആഴ്ച വന്നു ചേരും. അഷ്ടമരാശി നീങ്ങുകയാൽ തടസ്സങ്ങളെല്ലാം ഒഴിഞ്ഞതായി തോന്നുന്നതാണ്. ബന്ധുകലഹത്തിൽ ഇടപെടുന്നത് വളരെയധികം ശ്രദ്ധയോടെ വേണം. ധനവരവൊട്ടാകെ സുഗമമാകുന്ന ആഴ്ചയാണ്.
ഭാവിയെക്കുറിച്ച് ചിന്തിക്കുവാൻ സമയം കണ്ടെത്തുവാൻ കഴിയും. സംഘടനാ തലത്തിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നതാണ്. 4ലേക്ക് ആദിത്യൻ പകരുന്നതിനാൽ കുടുംബജീവിതത്തിൽ സ്വൈരക്കേടുകൾ വന്നു ചേരും. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുവാൻ സാധിക്കുന്നതാണ്. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വരുവാനും ഇടയുണ്ട്. അടുത്തത് പോരുരുട്ടാതി നക്ഷത്രക്കാരാണ്. രാഹു രാശിസന്ധിയിലും 4ൽ നിന്നും 3-ാം പാദത്തിലേക്കുള്ള മാറ്റത്തിലാകിയാൽ കാര്യങ്ങൾ അത്ര അനുകൂലമാകില്ല. ഇഷ്ടവസ്തുക്കൾ അതുമല്ലെങ്കിൽ വില കൂടിയ വസ്തുക്കൾ കളവ് പോകുവാൻ ഇടയുണ്ട്. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ കുടുംബത്തിലുള്ളവരുടെ എതിർപ്പിനെ ക്ഷണിച്ചു വരുത്തും. പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ കഴിയുന്നതാണ്. മക്കളുടെ ഭാവി പഠനത്തിൽ വ്യക്തത വന്നു ചേരും. ഉദ്യോഗസ്ഥർക്ക് അധികാരികളുടെ പിന്തുണ ലഭിക്കുന്നതാണ്. ഉദ്യോഗം ഉപേക്ഷിച്ച് പുതിയ ജോലി തേടുന്നത് അഭികാമ്യമാകുന്ന ദിവസങ്ങളല്ല. ധനപരമായ സമ്മർദ്ദങ്ങൾ ഈ ആഴ്ച ഒരു രീതിയിലും നിങ്ങൾക്ക് വന്നു ചേരില്ല. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ആദിത്യൻ വാരം മധ്യത്തോടെ 3-ാം ഭാവത്തിലേക്ക് മാറുന്നത് ഹിതകരമാകും. ജന്മനക്ഷത്രത്തിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ ദേഹാസ്വതകൾ അനുഭവപ്പെടും. ആലസ്യത്തിനും സാധ്യതയുണ്ട്. ഞായറും തിങ്കളും അഷ്ടമരാശിക്കൂർ വരുന്നതിനാൽ ശുഭകാര്യങ്ങൾ ആരംഭിക്കരുത്. സാഹസങ്ങൾ കഴിവതും ഒഴിവാക്കണം. ബുധൻ 2-ാം രാശിയിൽ തുടരുകയാൽ ഔചിത്യത്തോടെ സംസാരിച്ച് സദസ്സിൻ്റെ അംഗീകാരം നേടുവാൻ കഴിയും. മകൻ്റെ ശാഠ്യത്തിൽ വളരെയധികം വിഷമമുണ്ടാകും. സാമ്പത്തികമായ ഏർപ്പാടുകളിൽ കൃത്യത പുലർത്തുന്നതും ഗുണകരമാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. മാനസികമായി ഏകാഗ്രത കുറയും. ചെയ്ത ജോലികളിൽ തിരുത്തലുണ്ടാകുന്നതാണ്. പ്രയത്നങ്ങളിൽ മടിപ്പുണ്ടാകുവാൻ ഇടയുണ്ട്. സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട കാര്യങ്ങളെല്ലാം നീട്ടിവെക്കപ്പെടും. ഗതാഗത നിയമങ്ങൾ പാലിക്കാത്തതിൽ പിഴ ഒടുക്കേണ്ടി വരുന്നതാണ്. ആദിത്യനും വ്യാഴവും രാശി മാറുകയാൽ സമ്മിശ്രമായ അനുഭവങ്ങൾ ഉടലെടുക്കും. സ്നേഹബന്ധങ്ങൾ നിലനിർത്തുവാൻ ദൃഢപരിശ്രമം ആവശ്യമായി വരുന്നതാണ്. ദീർഘയാത്രകൾ മാറ്റിവെക്കപ്പെടും. ചികിത്സാ മാറ്റം വളരെയധികം ഗുണകരമാകും. ഉപാസനകൾ തടസ്സം കൂടാതെ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. തൊഴിലിലെ അസാരാസ്യങ്ങൾ അവഗണിക്കുവാനും പിടിച്ചു നിൽക്കുവാനും ശ്രമിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.